എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു പാവ് ഭാജി മസാല ഉണ്ടാക്കാം. ഇത് അത്ര ഒതൻറ്റിക് ആയിട്ടുള്ള റെസിപ്പി ഒന്നുമല്ല. എളുപ്പത്തിൽ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഒക്കെ ട്രൈ ചെയ്യണമെന്ന് തോന്നുമ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. എങ്ങനെയാണ്? ഒരു വലിയ ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, 1/2 കപ്പ് ഗ്രീൻ പീസ് എടുത്തു വയ്ക്കാം. നന്നായി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കാം. കഴുകിയതിന് ശേഷം വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. പ്രഷർ കുക്കർ എടുക്കാം. കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർക്കാം. 1/4 ടീസ്പൂൺ നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ പാവ് ഭാജി മസാല പൗഡർ ചേർക്കാം. ചെറിയ തീയിൽ വെച്ചൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും ബാക്കി കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ചെറിയ തീയിൽ വെച്ച് തന്നെ മിക്സ് ചെയ്യണം. 1/2 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലടിച്ചാൽ ഇത് നന്നായി വെന്ത് കിട്ടും. മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വയ്ക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ചെറുതായി ചോപ്പ് ചെയ്തത് ചേർക്കാം. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പാവ് ഭാജി മസാല പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടായി വരുമ്പോഴേക്കും നല്ലപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ചേർക്കാം. ഒരു പകുതി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ പാവ് ഭാജി മസാല റെഡിയാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയുമാണ്. പാവ് ഭാജി മസാല തയ്യാറായി കഴിഞ്ഞാൽ ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. മസാലയും കൂടി ചേർത്ത് ബണ്ണ് ടോസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. ഞാനിവിടെ ബട്ടർ ചേർത്ത് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബണ്ണ് 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് മുറിച്ചതിന് ശേഷം ടോസ്റ്റ് ചെയ്തെടുത്താലും നല്ലതാണ്. ടോസ്റ്റ് ചെയ്ത ബണ്ണ്, കുറച്ച് മസാല, ചോപ്പ് ചെയ്ത സവാള, ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ, ഒരു പച്ചമുളക് ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ പാവ് ഭാജി മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്